അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 189. വേണ്ട. വിഘ്നേഷ് ജ്വാലയുടെ ധാവണിയുടെ ദുപ്പട്ട അഴിക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ടതും അവള് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, എടാ വേണ്ട, അതിനെ വിട്ടേക്ക്, ആരെങ്കിലും വന്നാലോ? ഗോപം പറഞ്ഞു, വിടാനോ? ഇവൾ അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റുമോ? എന്റെ കവിളിൽ ഇവളുടെ കൈ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നീ വിഘ്നേഷ് ആണെന്ന് അറിഞ്ഞിട്ട് ഇവൾ ഇവിടുന്ന് പോവൂ. ജ്വാലയെ ദേഷ്യത്തോടെ നോക്കി അതും പറഞ്ഞുകൊണ്ട് വിഘ്നേഷ് പെട്ടെന്ന് അവളുടെ ദുപ്പട്ട വലിച്ചു. അവന്റെ വലിയുടെ ഊക്കിൽ ജ്വാലയൊന്ന് വീഴാനാഞ്ഞു. എന്നാൽ വീഴും മുന്നേ അവൾ വേച്ചുകൊണ്ട് നിന്നുപോയി. ഒപ്പം അഴിഞ്ഞു വീഴാൻ പോയ ദുപ്പട്ട എടുത്ത് ദേഹത്തേക്കിട്ട് വിഘ്നേഷിനെ പേടിയോടെ നോക്കി അവന് നേരെ കൈകൂപ്പി. ഒന്നും ചെയ്യില്ലേ, ഞാൻ പൊക്കോളാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അത് കണ്ട് വിഘ്നേഷ് പൊട്ടിച്ചിരിച്ചു. ഒപ്പം അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവൻ അവളുടെ മുഖത്തിന് നേരേക്ക് മുഖമടുപ്പിച്ചതും മറ്റൊരു മാർഗവുമില്ലാതെ ജ്വാല അവന്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി അവന്റെ വയറിൽ ഊക്കോടെ ചവിട്ടി. വിഘ്നേഷ് നിലവിളിച്ചുകൊണ്ട് വയറ് പൊത്തിപ്പിടിച്ചുപോയി. അയ്യോ വിഘ്നേഷേ! ധനേഷും ഗിരിയും ഗോപനും അവനെ ഓടിച്ചെന്ന് പിടിച്ചു. ജ്വാല അവരെ പേടിയോടെ നോക്കി പെട്ടെന്ന് അവിടെ നിന്ന് ഇരുട്ടിലേക്ക് ഓടി. എടാ, അവളെ, ആ പുന്നാരമോളെ വെറുതെ വിടരുത്, പോയി പിടിക്ക്. അടിവയർ പൊത്തിപ്പിടിച്ചുകൊണ്ട് വിഘ്നേഷ് മുരണ്ടു. എടാ വാ. അത് കേട്ടതും ധനേഷും ഗിരിയും ഗോപനും പെട്ടെന്ന് ജ്വാലയ്ക്ക് പിറകെ ഓടി. എടി നിക്കടി അവിടെ! ഗിരി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ജ്വാല തിരിഞ്ഞു നോക്കി പേടിയോടെ കരഞ്ഞുകൊണ്ട് പാവാട ഉയർത്തിപ്പിടിച്ച് ആ ഇരുട്ടിലൂടെ എങ്ങോട്ടോ ഓടി. കൊടിയേറ്റം നടക്കാൻ പോവുകയാണ്. അതുവരെ നാളെ നടക്കാൻ പോകുന്ന പരിപാടിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനും മറ്റും എല്ലാവർക്കും ഒപ്പം കൂടിയതായിരുന്നു അഗ്നി, അപ്പവും വ്യാസും, മനു, മോഹനും, മധു, സുരേഷും, ഋഷിയുമെല്ലാം. ചെണ്ടകൊട്ടിന്റെ ശബ്ദം മുറുകിയപ്പോഴാണ് അഗ്നിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയത്. എടാ അപ്പു വന്നേ, സമയം 12 ആവാറായി, കൊടിയേറ്റം തുടങ്ങാറായി. അഗ്നി പറഞ്ഞു. ആ ഏട്ടാ വരുവാ. അപ്പു പറഞ്ഞു. എടാ വ്യാസ്, മനു, ഋഷി വാ. അഗ്നി അവരെയും കൂടി വിളിച്ച് നേരെ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു. എല്ലായിടവും നല്ല തിരക്കാണ്. എങ്കിലും അറിയപ്പെടുന്ന തറവാട്ടുകാരും അവിടെ നടക്കുന്ന ഉത്സവങ്ങൾക്കെല്ലാം വലിയൊരു തുക തന്നെ സംഭാവന നൽകുന്നവരും ആയതുകൊണ്ട് തന്നെ കൗസ്തുഭംകാർക്ക് അവിടെ ഒരു പ്രത്യേക പരിഗണന തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊടിയേറ്റം കാണാനായി അവിടുത്തെ കമ്മിറ്റിക്കാർ തന്നെ സൗകര്യം ഒരുക്കി കൊടുത്തതുകൊണ്ട് അഗ്നിയും മറ്റുള്ളവരും ഒരുവിധ ക്ഷേത്രത്തിന് മുന്നിലെത്തി. പുരുഷന്മാർക്ക് നിൽക്കാൻ ഏർപ്പാടാക്കിയ ഇടമാണെങ്കിലും അവിടെ ഇപ്പോൾ സ്ത്രീകളും നിറഞ്ഞിട്ടുണ്ട്. രാവിലെ മുതലുള്ള അലച്ചിലായതുകൊണ്ട് അഗ്നി ആകെ വിയർത്തിട്ടുണ്ട്. ഒരു റെഡ് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് അഗ്നിയുടെ വേഷം. ആ ഷർട്ട് ദേഹത്തേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. വിയർപ്പ് പൊടിഞ്ഞ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അഗ്നി ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കി. എല്ലാ വർഷവും കൗസ്തുഭത്തിലുള്ളവർ മുന്നിൽ തന്നെ കാണാറുണ്ട്. അതാണ് അവന്റെ നോട്ടം അങ്ങോട്ടേക്ക് തന്നെ പോയത്. മാത്രമല്ല, അവൻ ജ്വാലയെ ഒന്ന് കണ്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അവളെ ഒന്ന് കാണാൻ മനസ്സ് വെമ്പാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. പക്ഷെ ഓരോ തിരക്ക് കാരണം എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അവൻ കണ്ണു വിടർത്തി ജ്വാലയ്ക്കായി ചുറ്റും കണ്ണോടിച്ചു. മുന്നിൽ നിൽക്കാറുള്ള കൗസ്തുഭം കുടുംബം തിരക്കിൽ നിന്നും അല്പം നീങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അഗ്നിയുടെ മുഖം ചുളിഞ്ഞുപോയി. എങ്കിലും അവരുടെ കൂട്ടത്തിൽ അവൻ അവന്റെ പെണ്ണിനെ തിരഞ്ഞു. പക്ഷെ അവളെ മാത്രം കാണാനില്ല. അഗ്നിയുടെ കണ്ണുകൾ ചുരുങ്ങി. പൊന്നുവിനോട് ചോദിച്ചു നോക്കാമെന്ന് കരുതി അവൻ അവളെ നോക്കിയപ്പോഴാണ് അവൾ കരയുകയാണെന്ന് അഗ്നിക്ക് മനസ്സിലായത്. അഗ്നി അമ്പരപ്പോടെ അവളെ നോക്കി. അഗ്നിയും മറ്റുള്ളവരും വന്നതൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല. ചിത്തു നെഞ്ചിൽ കൈവച്ച് കരയുന്നുണ്ട്. ഒപ്പം തിരക്കിലൂടെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അകത്തേക്ക് വന്നതുപോലെ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അത്രയും തിരക്കാണ്. അഗ്നിയുടെ കണ്ണുകൾ കൗസ്തുഭത്തിൽ ഓരോരുത്തരിലും മാറി മാറി നീങ്ങി. അപ്പോഴേക്കും മധുവും മോഹനും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എടാ വ്യാസ്, എന്താ അവിടെ? അവരൊക്കെ എന്തിനാ കരയുന്നേ? അഗ്നി തനിക്കടുത്ത് നിൽക്കുന്ന വ്യാസിനോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടാണ് വ്യാസും സംശയത്തോടെ മുന്നോട്ട് നോക്കിയത്. അവന്റെ നോട്ടം ആദ്യം ചെന്നത് മീനുവിലേക്കാണ്. അവള് വാപുത്തി തേങ്ങി കരയുന്നുണ്ട്. വ്യാസ് പകച്ചുപോയി. ഏട്ടാ, പൊന്നും കരയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട് ഏട്ടാ. അപ്പു അങ്ങോട്ട് നോക്കി വെപ്രാളത്തോടെ പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ ഒന്നുകൂടി പൊന്നുവിനും മീനുവിനും അരികിലായി ജ്വാലയെ തിരഞ്ഞു. കണ്ണുകളിൽ എന്തിനോ പേടി വന്ന നിമിഷം, നെഞ്ചിടിപ്പ് ഉയർന്ന നിമിഷം. എടാ, എന്റെ കുഞ്ഞിനവിടെ കാണാനില്ല. എന്റെ കുഞ്ഞെവിടെ? അഗ്നി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. ഏട്ടാ വാ, നമുക്ക് നോക്കാം. അപ്പു അഗ്നിയുടെ കൈയിൽ പിടിച്ചു. എന്നാൽ ആ കൈകളെ പോലും തട്ടിയെറിഞ്ഞുകൊണ്ട് അഗ്നി പെട്ടെന്ന് ചിത്തുവിന്റെ അടുത്തേക്ക് പാഞ്ഞു. കുതിച്ചു ചാടുന്ന നെഞ്ചിടിപ്പിനെ വരുതിയിലാക്കാൻ കഴിയാതെ തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ചിത്തുവിന്റെ കരച്ചിൽ ഒന്നുകൂടി ഉച്ചത്തിലായി. പക്ഷെ അഗ്നി എപ്പോഴും ജ്വാലയെ അവർക്കെടുത്ത് തിരയുകയായിരുന്നു. അമ്മ, എന്റെ കുഞ്ഞനെവിടെ? അഗ്നി ചോദിച്ചു. പക്ഷെ ആ ചോദ്യത്തിൽ അവരുടെ കരച്ചിൽ ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും മധുവും മോഹനും എല്ലാവരും അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. എന്താ എന്തെവിടെ? എന്തിനാ ചിത്തു നീ കരയുന്നേ? ചിത്തു കരയുന്നത് കണ്ട് മോഹൻ ചോദിച്ചു. മോള്, ജ്വാലമോളെ കാണാനില്ല മോഹനേട്ടാ. അതും പറഞ്ഞ് സാരിത്തുമ്പ് കൊണ്ട് മുഖം പൊത്തി അവര് വീണ്ടും കരച്ചിലായി.
അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. അവന്റെ നോട്ടം പൊന്നുവിലേക്കും മീനുവിലേക്കും നീണ്ടു. രണ്ടാളും കരച്ചിൽ തന്നെ. പൊന്നു, മീനു, എവിടെ എന്റെ കുഞ്ഞൻ? അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു. ഇരുവരും പേടിയോടെ അവനെ നോക്കി. അത് ശ്രീചേട്ടത്തിയുടെയും മാനസ ചേച്ചിയുടെയും കൂടെ ആയിരുന്നു അവള്. ഞങ്ങൾക്കടുത്തേക്ക് വന്നില്ല അഗ്നിയേട്ടാ. തേങ്ങി കരഞ്ഞുകൊണ്ട് മീനു പറഞ്ഞു. ഞാൻ നിങ്ങളോട് രണ്ടിനോടും നിങ്ങളുടെ കൂടെ തന്നെ അവളെ നിർത്തണം എന്നല്ലേടി പറഞ്ഞേ? ഒരു അലർച്ച പോലുള്ള അഗ്നിയുടെ ശബ്ദത്തിൽ മീനുവിന്റെ പൊന്നുവിന്റെ ശരീരം കിടുകിടുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നെയൊക്കെ അവളെ ഏൽപ്പിച്ചു പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്നിനും പറ്റില്ലെങ്കിൽ അത് ആദ്യം പറയണമായിരുന്നു. ഞാൻ എന്റെ കൂടെ നിർത്തുമായിരുന്നല്ലോ. ശ്രീജയ, മാനസി, എന്റെ കുഞ്ഞനെവിടെ? അഗ്നിയുടെ ദേഷ്യം നിറഞ്ഞ അലർച്ചയ്ക്കൊപ്പം ആ ചോദ്യവും വന്നു. പൊന്നു മീനു നിസ്സഹായതയോടെ അപ്പൂനെയും വ്യാസനെയും നോക്കി. പക്ഷെ അവരുടെ മുഖത്തും ദയനീയ ഭാവം. ശ്രീജയും മാനസിയും പേടിയോടെ അഗ്നിയെ നോക്കി. അതുകണ്ട് ഋഷിയും മനു ഒന്നും മിണ്ടാനാവാതെ നിന്നതേയുള്ളൂ. കാരണം അഗ്നി രാവിലെ മുതൽ ഒരു 100 വട്ടം എല്ലാവരോടും പറഞ്ഞതാണ് ജ്വാലയെ കൂടെ തന്നെ നിർത്തിക്കൊള്ളണമെന്ന്. ഇവളെന്താ കുഞ്ഞാണോന്നായിരുന്നു മാനസി അപ്പോ കളിയാക്കി ചോദിച്ചിരുന്നത്. അതോർക്കവേ മാനസിക്കെന്ന് കേൾക്കൂന്നുള്ള കാര്യത്തിൽ ഋഷിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. നിന്നോടൊക്കെയടി ഞാൻ ചോദിക്കുന്നേ, എന്റെ ഭാര്യ എവിടെയെന്ന്? അഗ്നി അലറി. ശ്രീജയും മാനസിയും ശ്രീജയുടെ തോളിക്കിടക്കുന്ന ഋതുമോള് പോലും കരഞ്ഞുപോയ അലർച്ചയിൽ. അവള് കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ പോയിന്ന് അറിയില്ല അഗ്നിയേട്ടാ. മാനസി കരഞ്ഞോണ്ട് പറഞ്ഞു. അഗ്നിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ശരിയാക്കി തരാടി നിന്നെയൊക്കെ ഞാൻ. ഒരു മുരൾച്ച പോലെ അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് ആളുകളെ തിക്കിത്തിരക്കി പുറത്തേക്ക് പാഞ്ഞു. ആ തിരക്കിനിടയിൽ നിന്നും എല്ലാവർക്കും പുറത്തേക്ക് കിടക്കാൻ ഒരുപാട് സമയമെടുത്തു. ജ്വാല എവിടെ പോയി അന്വേഷിക്കുമെന്നറിയാതെ അഗ്നി ചുവന്നു കലങ്ങിയ കണ്ണുകൾ തുടച്ച് ചുറ്റും നോക്കി. നിന്നെയൊക്കെ പിന്നെ എന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ആ കുട്ടിക്ക് അറിയാത്ത സ്ഥലമായതെന്ന് നിനക്കൊക്കെ അറിഞ്ഞൂടെ? ഋഷി മാനസിക്ക് നേരെ 2 ചാട്ടം. അവള് പേടിയോടെ തലതാഴ്ത്തി കളഞ്ഞു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കാതെ പോയി ജ്വാല അന്വേഷിക്കെല്ലാരും. രേഖയും മായും പറഞ്ഞു. അഗ്നി അപ്പോഴേക്കും ആൾക്കൂട്ടത്തിനിടയിലൂടെയെല്ലാം ജ്വാലയെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞാ, നീ എവിടെയാ മോളെ? അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. നെഞ്ചിൽ നിറയുന്ന ഭാരം. എന്റെ കൂടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു, അവൻ വേദനയോടെ പറഞ്ഞു. അപ്പോഴേക്കും ആണുങ്ങളെല്ലാം ഓരോ ഭാഗത്തായി അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അഗ്നി ക്ഷേത്രത്തിന്റെ പുറകിലൂടെ ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയെങ്ങും ഒരു മനുഷ്യനെ പോലും കാണാനില്ല. പക്ഷെ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരാൾ മുന്നോട്ട് ഓടി വന്നു. അഗ്നി അയാളുടെ കൈ കയറി പിടിച്ചു. ഫോണിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖത്തെ പേടി അഗ്നി കണ്ടു. ഏതാടാ നീ? അഗ്നി കടുത്ത ദേഷ്യത്തിൽ അയാളോട് ചോദിച്ചു. എന്തോ തനിച്ചുള്ള അയാളുടെ വരവിൽ അഗ്നിക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു. പക്ഷെ അയാൾ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. എടാ, നിന്നോടാ ചോദിച്ചേ, നീ ഏതാ? എന്താ ഇരുട്ടില് പരിപാടി? അവൻ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അയാൾ പേടിയോടെ പെട്ടെന്ന് പുറകിലേക്ക് വിരൽ ചൂണ്ടി. അഗ്നി അങ്ങോട്ടേക്ക് നോക്കി. ചേട്ടാ, അവിടെ ഏതൊക്കെയോ പയ്യന്മാര് ചേർന്നൊരു പെൺകുട്ടിയെ. അയാൾ പേടിയോടെ പറഞ്ഞു. അഗ്നിയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. പെൺകുട്ടിയോ? എവിടെ? അഗ്നി വെപ്രാളത്തോടെ ചോദിച്ചു. ഒരു 3-4 പേരുണ്ട് ചേട്ടാ. ഒരു പെൺകുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ഓടി. അവന്മാര് ആ കുട്ടിക്ക് പിറകെ പോയിട്ടുണ്ട്. അയാൾ പറഞ്ഞതും അഗ്നി തറഞ്ഞു നിന്നുപോയി. എന്റെ കുഞ്ഞൻ. അഗ്നി അടുത്ത നിമിഷം അയാളെ തള്ളിമാറ്റി അയാൾ വിരൽ ചൂണ്ടിയിടത്തേക്ക് ഓടി. നെഞ്ചിടിപ്പിന്റെ വേഗം കൂടി. കണ്ണുകളിൽ ആരോടൊക്കെയുള്ള ദേഷ്യവും ഒപ്പം സങ്കടവും എല്ലാം ഒരുപോലെ നിറഞ്ഞു വന്നു. എടാ, എവിടെടാ അവള്? ഗോപനും ഗിരിക്കും ധനേഷിനൊപ്പം ഒരുവിധം ഓടി വന്നുകൊണ്ട് വിഘ്നേഷ് ചോദിച്ചു. അറിയില്ലടാ, ഇങ്ങോട്ടോ മറ്റോ വന്നത്, ഇപ്പൊ കാണാനില്ല, ഗിരി വല്ലായ്മയോടെ പറഞ്ഞു. ഡാ. വിഘ്നേഷ് ദേഷ്യത്തോടെ പെട്ടെന്ന് അവന്റെ കഴുത്തി കുത്തിപ്പിടിച്ചു. ഡാ വിഘ്നേഷെ, വിടടാ അവനെ. ഗോപനും ധനേഷും കൂടി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇല്ല, അവളെ എനിക്ക് വേണം. എനിക്കിട്ട് ഇങ്ങനെ പണിഞ്ഞിട്ട് അവള് അങ്ങനെ രക്ഷപ്പെടണ്ട. പോയി തെരയടാ അവളെ. ദേഷ്യത്തോടെ അതും പറഞ്ഞ് വിഘ്നേഷ് ഗിരിയെ പുറകിലേക്ക് തള്ളി. അവൻ നേരെ പോയി നിലത്തേക്ക് വീണു. എടാ, അവള് തന്നതിന്റെ ബാക്കി നിനക്ക് ഞാനായിരിക്കും തരുന്നേ. വെറുതെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ. നിലത്തിരുന്ന് ചുമച്ചുകൊണ്ട് ഗിരി വിഘ്നേഷിനോട് ചാടി. വിഘ്നേഷ് അവനെ തറപ്പിച്ചു നോക്കി. എടാ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്ക് കൂടല്ലേ. അവള് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അവളുടെ പാദസരം കിലുങ്ങുന്നുണ്ടോന്ന് ശ്രദ്ധിക്ക്. അതിന്റെ ശബ്ദം വെച്ചല്ലേ നമ്മൾ ഇതുവരെ അവൾക്ക് പിറകെ എത്തിയേ. ധനേഷ് പ്രശ്നത്തിന് പരിഹാരം എന്ന പോലെ പറഞ്ഞു. അതേടാ, അവൾ എങ്ങോട്ട് പോവാനാ? എന്തായാലും ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ സ്ഥിതിക്ക് അവൾ ഇനി വെറുതെ വിടണ്ടെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ശിക്ഷ തന്നെ കൊടുക്കണം. ഗോപൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത്രയും നേരം അവളെ വിട്ടേക്കെന്ന് പറഞ്ഞവനാണ്. എന്നാൽ ജ്വാലയുടെ പെരുമാറ്റം അവനിലും വാശി നിറച്ചിരുന്നു. ഇപ്പോൾ ആ 4 പേരുടെ കയ്യിൽ ആ പെണ്ണിനെ കിട്ടിയ അവളുടെ ജീവൻ തന്നെ ബാക്കി കിട്ടുമോന്ന കാര്യം തന്നെ സംശയമാണ്. അത്രയും മൃഗീയമായി അവളെ ഭോഗിക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവർ നിൽക്കുന്നതിൻ്റെ നേരെ സൈഡിലുള്ള ഊട്ടുപുരയുടെ മറവിൽ വാ പൊത്തിപ്പിടിച്ച് കരയുകയായിരുന്ന ജ്വാല അവർ പറയുന്നതെല്ലാം കേട്ട് ആകെ ഞെട്ടിപ്പോയി. അവളുടെ ഉടൽ കിടുകിടെ വിറച്ചു. ഒന്നനങ്ങിയാൽ പോലും പാദസരം കിലുങ്ങും.
പക്ഷെ പേടിയാൽ ശരീരം വിറയ്ക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരിക്കലും തന്നെ കിട്ടരുതേന്ന് മനമുരുകി പ്രാർത്ഥിക്കുമ്പോഴും അവർ തന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ താൻ ജീവനോടെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ കഴിയില്ലെന്ന് ജ്വാല മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. കണ്ണുകൾ നിർത്താതെ പെയ്യുമ്പോഴും പ്രിയപ്പെട്ടവനൊന്ന് കാണാനായി ആ പെണ്ണിന്റെ മനസ്സ് അലറുന്നുണ്ടായിരുന്നു. എന്റെ ദേവേട്ട, എവിടെയാ? എനിക്ക് പേടിയാവണു ദേവേട്ട, ഒന്ന് വാ. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ഒപ്പം അവളൊന്ന് തേങ്ങി. കാലുകൾ അനങ്ങി, പാദസരം കിലുങ്ങി. ആ ശബ്ദം കേൾക്കാൻ എന്ന പോലെ നിന്നവരുടെ കണ്ണുകൾ തിളങ്ങിപ്പോയി. എടാ, അവൾ അവിടെ ഉണ്ടെന്ന് തോന്നണു. ധനേഷ് ജ്വാല നിൽക്കുന്നിടത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ജ്വാല ഞെട്ടിപ്പോയി. വാടാ, ആ പുന്നാര മോൾ ഇന്ന് ഞാൻ. വിഘ്നേഷ് പല്ലുകടിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. ജ്വാല പേടിയോടെ അവിടെ നിന്നും ഓടാനൊരുങ്ങിയതും ഇരുട്ടിലൂടെ പെട്ടെന്നൊരു കൈ വന്ന് അവളുടെ വാപൊത്തി പിടിച്ച് മറുകൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുമായി അവിടെ നിന്ന് നീങ്ങി നിന്നു. ഒരു നിമിഷം ശബ്ദം പോലും പുറത്തേക്ക് വരാതെ ജ്വാല തറഞ്ഞു നിന്നുപോയി. അവളുടെ കണ്ണുകൾ കടലായി ഒഴുകാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. ആ സമയം തന്നെ ജ്വാലയുടെ വായിൽ നിന്നും ആ കൈകളകന്നു. അതേ നിമിഷം ജ്വാല അയാൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അയാളെ വട്ടം ചുറ്റിപ്പിടിച്ചു. ആ കൈകളും അവളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ദേവേട്ട, തേങ്ങിക്കൊണ്ട് ജ്വാല വിളിച്ചു. കുഞ്ഞാ. ചെവിയിൽ ഇടർച്ചയോടെയും അതിലുപരി ആശ്വാസത്തോടെയും തട്ടുന്ന അഗ്നിയുടെ ശബ്ദം. ജ്വാല ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കളഞ്ഞു. ദേവേട്ട, അവള് വീണ്ടും വിളിച്ചു. ശരീരം കിടുകിടെ വിറച്ചു. ഞാൻ വന്നില്ലേ, കരയല്ലേ? ആർദ്രമായി അവൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവന്റെ നെഞ്ച് അവളുടെ കണ്ണുനീരാൽ നനയുന്നുണ്ടായിരുന്നു. തുടരും.